വ്യാപാരം നടക്കുന്നില്ല. ചാഞ്ചാടി രാജ്യാന്തര വില. കേരളത്തിലെ വില ഇങ്ങനെ. രാജ്യാന്തര വിലയിൽ കയറ്റിറക്കങ്ങൾ കാണിക്കുമ്പോഴും മാറ്റമില്ലാതെ കേരളത്തിലെ സ്വർണ്ണവില. പവന് 70,400 രൂപയാണ് ശനിയാഴ്ചയിലെ വില. ഗ്രാമിന് 8,755 രൂപ. തിങ്കളാഴ്ച 71,520 രൂപയായിരുന്ന സ്വർണ്ണ വിലയിൽ ഒരാഴ്ചക്കിടയിലെ വ്യത്യാസം 1,120 രൂപയാണ്. ഏപ്രിൽ 22-ന് 74,320 രൂപയിലെത്തിയ ശേഷം ഏറിയും കുറഞ്ഞും സ്വർണ്ണവില താഴേക്ക് പതിക്കുകയാണ്. യുഎസും ചൈനയും തമ്മിലുള്ള വ്യാപാരയുദ്ധം കുറയുന്നതിന്റെ സൂചനയ്ക്കിടെ കഴിഞ്ഞാഴ്ചകളിലായി സ്വർണ്ണവില കുറയുകയാണ്. പ്രധാന വ്യാപാരിയായ ചൈനയിലെ അവധിയും സ്വർണ്ണവിലയെ സ്വാധീനിച്ചു. വ്യാഴാഴ്ച സ്വർണ്ണവില 3,216.41 ഡോളറിലേക്ക് താഴ്ന്നിരുന്നു. ഏപ്രിൽ 14-ന് ശേഷമുള്ള താഴ്ന്ന നിലവാരണിത്. ഈ താഴ്ന്ന നിലവാരത്തിൽ നിന്നും മുന്നേറിയ സ്വർണ്ണവില 3,241 ഡോളറിലാണ്. ഏപ്രിൽ 22-ന് രേഖപ്പെടുത്തിയ 3,500 ഡോളറാണ് സർവകാല ഉയരം. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീതി ഒഴിയുന്നു എന്ന സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തുവന്നു. ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവയുമായി വ്യാപാര കരാറുകളിൽ എത്താൻ കഴിയുമെന്ന് ട്രംപ് പറഞ്ഞു. ചൈനയുമായി കരാറിലെത്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചർച്ചകൾ നടത്താൻ യുഎസ് ചൈനയെ സമീപിച്ചിട്ടുണ്ടെന്ന് ചൈനീസ് സ്റ്റേറ്റ് മീഡിയയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ അക്കൗണ്ടും വ്യക്തമാക്കി. ഇതെല്ലാം വില കുറയാൻ കാരണമായി. ഇതിനൊപ്പം പ്രധാന വ്യാപാരിയായ ചൈനയിലെ വിപണി അവധിയും സ്വർണ്ണവിലയെ താഴേക്കെത്തിച്ചു. മെയ് 1 മുതൽ 5 വരെ ചൈനയിലെ ലേബർ ഡേ അവധിയാണ്. സ്വർണ്ണ വിപണിയിലെ പ്രധാന വ്യാപാരിയായ ചൈനയിൽ വാങ്ങൽ കുറഞ്ഞത് സ്വർണ്ണവിലയെ ബാധിച്ചു. പുതുതായി 1.35 ലക്ഷം പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നായിരുന്നു ആദ്യ വിലയിരുത്തലുകൾ. എന്നാൽ കഴിഞ്ഞ മാസത്തിൽ 1.77 ലക്ഷം തൊഴിലവസരം ഉണ്ടായെന്നാണ് ലേബർ ഡിപ്പാർട്ട്മെന്റ് കണക്ക്. തൊഴിലില്ലായ്മ നിരക്ക് 4.2% തുടരുകയാണെന്നും വകുപ്പ് വ്യക്തമാക്കി. 1.35 ലക്ഷം തൊഴിലവസരമാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിച്ചത്. സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുന്നതിന്റെ സൂചനയായതിനാൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുന്നത് വൈകിപ്പിക്കാൻ ഫെഡറൽ റിസർവിനാകും. ഇത് സ്വർണ്ണവില കുറക്കാൻ സഹായിക്കും. എന്നാൽ വില കുറയേണ്ടതിനു പകരം നേരിയ മുന്നേറ്റമാണ് രാജ്യാന്തര വിലയിലുണ്ടായത്. ഓരോ ഇടിവിലും നിക്ഷേപകർ വാങ്ങുന്ന പ്രവണത തുടരുന്നതാണ് ഇതിന് കാരണമായി വിലയിരുത്തുന്നത്.